റിയൽ 25 മലയാളം ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. 10ാം ക്ലാസ് പ്രാഥമിക പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നൽകിയിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ, ഉപകാരപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ താഴെയുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. കേരളത്തിലെ ആദ്യത്തെ ജില്ലാ ജയിൽ നിലവിൽ വന്നതെവിടെ? കോഴിക്കോട്. കേരളത്തിലെ ആദ്യത്തെ ജില്ലാ ജയിൽ നിലവിൽ വന്നത് കോഴിക്കോട്. ഇന്ത്യയിലെ ആദ്യത്തെ ചവർ-രഹിത നഗരം ഏതാണ്? കോഴിക്കോട്. കോഴിക്കോടാണ് ഇന്ത്യയിലെ ആദ്യത്തെ ചവർ-രഹിത നഗരം. കനകക്കുന്ന് കൊട്ടാരം പണികഴിപ്പിച്ച തിരുവിതാംകൂർ രാജാവാരാണ്? ശ്രീമൂലം തിരുനാൾ. കനകക്കുന്ന് കൊട്ടാരം പണികഴിപ്പിച്ച തിരുവിതാംകൂർ രാജാവ് ആരാണ്? ശ്രീമൂലം തിരുനാൾ. കേരളത്തിൽ ഏറ്റവും അധികം എഞ്ചിനീയറിംഗ് കോളേജുകൾ ഉള്ള ജില്ല? തിരുവനന്തപുരം. കേരളത്തിൽ ഏറ്റവും അധികം എഞ്ചിനീയറിംഗ് കോളേജുകൾ ഉള്ള ജില്ല ഏതാണ്? തിരുവനന്തപുരം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കളിമൺ നിക്ഷേപമുള്ള പ്രദേശം ഏതാണ്? കുണ്ടറ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കളിമൺ നിക്ഷേപമുള്ള പ്രദേശം കുണ്ടറ. കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ അധ്യക്ഷൻ ആരായിരുന്നു? സർദാർ KM പണിക്കർ. കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ അധ്യക്ഷൻ ആരായിരുന്നു? സർദാർ KM പണിക്കർ. രാജാ രവിവർമ്മ കോളേജ് ഓഫ് ഫൈൻ ആർട്സ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മാവേലിക്കര. രാജാ രവിവർമ്മ കോളേജ് ഓഫ് ഫൈൻ ആർട്സ് സ്ഥിതി ചെയ്യുന്നത് മാവേലിക്കര. കയർ ഫാക്ടറികൾ ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? ആലപ്പുഴ. കയർ ഫാക്ടറികൾ ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ലയാണ് ആലപ്പുഴ. ഇന്ത്യയിലെ ആദ്യത്തെ ഉൾനാടൻ ചെറുകിട തുറമുഖം ഏതാണ്? നാട്ടകം. ഇന്ത്യയിലെ ആദ്യത്തെ ഉൾനാടൻ ചെറുകിട തുറമുഖം ഏതാണ്? നാട്ടകം. പെരിയാറിനോട് ചേരുന്ന ആദ്യത്തെ പോഷക നദി ഏതാണ്? മുല്ലയാർ. പെരിയാറിനോട് ചേരുന്ന ആദ്യത്തെ പോഷക നദിയാണ് മുല്ലയാർ. കേരളത്തിൽ സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി എവിടെയാണ്? കൂത്തുങ്കൽ. കേരളത്തിൽ സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി എവിടെയാണ്? കൂത്തുങ്കൽ. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷിസങ്കേതം ഏതാണ്? മംഗളവനം. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷിസങ്കേതം ഏത്? മംഗളവനം. രാജ്യാന്തര പദവി ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ തീർത്ഥാടന കേന്ദ്രം? മലയാറ്റൂർ. രാജ്യാന്തര പദവി ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ തീർത്ഥാടന കേന്ദ്രമാണ് മലയാറ്റൂർ. ഇന്ത്യയിലെ ആദ്യത്തെ കമ്പ്യൂട്ടർവൽകൃത താലൂക്ക് ഓഫീസ് ഏതാണ്? ഒറ്റപ്പാലം. ഇന്ത്യയിലെ ആദ്യത്തെ കമ്പ്യൂട്ടർവൽകൃത താലൂക്ക് ഓഫീസ് ഏത്? ഒറ്റപ്പാലം. വയനാടിൻ്റെ കവാടം എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? ലക്കിടി. വയനാടിൻ്റെ കവാടം എന്നറിയപ്പെടുന്ന പ്രദേശം ഏത്? ലക്കിടി. കേരള സിംഹം പഴശ്ശിരാജയുടെ ശവകുടീരം ഉള്ള പഴശ്ശി സ്മാരകം എവിടെയാണ്? മാനന്തവാടി. കേരള സിംഹം പഴശ്ശിരാജയുടെ ശവകുടീരമുള്ള പഴശ്ശി സ്മാരകം എവിടെയാണ്? മാനന്തവാടി. മാടത്തുമല എന്നറിയപ്പെട്ട പ്രദേശം? റാണിപുരം. മാടത്തുമല എന്നറിയപ്പെട്ട പ്രദേശം റാണിപുരം. കേരള തുളു അക്കാദമി സ്ഥിതി ചെയ്യുന്നത് എവിടെ? മഞ്ചേശ്വരം. കേരള തുളു അക്കാദമി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മഞ്ചേശ്വരം. ചെറുവത്തൂരിലെ വീരമലക്കുന്നിലെ കോട്ട ഏത് വിദേശ ശക്തി നിർമ്മിച്ചതാണ്? ഡച്ചുകാർ. ചെറുവത്തൂരിലെ വീരമലക്കുന്നിലെ കോട്ട ഏത് വിദേശ ശക്തി നിർമ്മിച്ചതാണ്? ഡച്ചുകാർ. 1907 തേവരയിൽ വാലസമുദായ പരിഷ്കരണി സഭ ആരംഭിച്ചതാര്? KP കറുപ്പൻ. 1907 തേവരയിൽ വാലസമുദായ പരിഷ്കരണി സഭ ആരംഭിച്ചത് KP കറുപ്പൻ. ബാഗ്ഭടാനന്ദൻ അഭിനവ കേരളം എന്ന മാസിക തുടങ്ങിയ വർഷം? 1921. ബാഗ്ഭടാനന്ദൻ അഭിനവ കേരളം എന്ന മാസിക തുടങ്ങിയ വർഷം? 1921. മന്നത്ത് പത്മനാഭൻ ഭാരത കേസരി എന്ന ബഹുമതി സ്വീകരിച്ചത് ആരിൽ നിന്ന്? രാഷ്ട്രപതി രാജേന്ദ്ര പ്രസാദിൽ നിന്നാണ്. മന്നത്ത് പത്മനാഭൻ ഭാരത കേസരി എന്ന ബഹുമതി സ്വീകരിച്ചത് രാജേന്ദ്ര പ്രസാദിൽ നിന്നാണ്. മന്നം ജയന്തി പൊതു അവധി ദിനമായി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച വർഷം? 2014. മന്നം ജയന്തി പൊതു അവധി ദിനമായി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച വർഷം? 2014. മലയാളി മെമ്മോറിയൽ നടന്നത് ഏത് വർഷം? 1891. 1891 മലയാളി മെമ്മോറിയൽ നടന്നത്. സഹോദരൻ അയ്യപ്പൻ സഹോദര സംഘം രൂപീകരിച്ച വർഷം? 1917. സഹോദരൻ അയ്യപ്പൻ സഹോദര സംഘം രൂപീകരിച്ച വർഷം? 1917.